അവള് പറയാറുള്ളത് പോലെ സന്തോഷം അവൾക്ക് വിധിച്ചിട്ടില്ല. അമ്മയെ കണ്ടു, കൂടെ കുറച്ചു ദിവസം ഉണ്ടായി. എന്നിട്ട് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കരകയറാൻ നോക്കിയപ്പോ അമ്മ എങ്ങോട്ട് പോയി. ഇപ്പോ നമ്മുടെ മോള് തെരുവിലുമായി. എനിക്ക് വയ്യ യശോദേ. ഇതിനപ്പുറം ഒന്നും താങ്ങാനുള്ള കരുത്ത് എനിക്കില്ല. എന്നിട്ടും അവള് നമ്മളെ വിളിച്ചില്ലല്ലോ. എന്തിനാ വിളിക്കുന്നത്? വിളിച്ചാ നമ്മള് കരയുമെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് മാത്രം അവള് വിളിക്കാത്തത്. ആ കുടുംബത്തോട്, അവര് രണ്ടുപേരോട് നമ്മൾ എന്ത് പറയും യശോദ? കൈകൂപ്പി പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളോട് നമ്മൾ എന്ത് പറയും? ഈശ്വര, എന്റെ കുഞ്ഞുങ്ങളെ കാത്തോളണേ. ദീപ് കാണുന്നില്ല. അത്ര സ്പീഡിലടാ പോകുന്നേ. എന്താ സംശയം? എല്ലാത്തിനും പുറകെ ഞാൻ തന്നെയാണ്. കൂടുതൽ ശബ്ദം ഉയർത്തരുത്. അങ്ങനെ ശബ്ദം ഉയർത്തി അറിയാലോ, അച്ഛനും അമ്മയും ചന്ദ്രശേഖരന്റെ തണലില്ല ഇപ്പോ. ദ്രോഹിക്കണമെന്ന് ഞാൻ തീരുമാനിച്ച അവര് വല്ലാതെ വേദനിക്കും. നിർത്തോ. താൻ ആരാടോ? ഞങ്ങളെയൊക്കെ ഭീഷണിപ്പെടുത്താൻ മാത്രം എന്ത് യോഗ്യതയാണോ തനിക്കുള്ളത്? മോനെ സൂര്യ, വേണ്ട. എന്നെ എതിർത്ത് നീ എന്തെങ്കിലും സംസാരിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഇവരെ പോലെ നീയും കണിമംഗലത്തിന് പുറത്താവും. അതിനെനിക്ക് ഒരു മടിയുമില്ല. പിന്നെ ഇവൻ എത്ര ദരിദ്രനായാലും ഇവന്റെ ഭാര്യ ഇവന്റെ കൂടെ ഉണ്ടാവും. പക്ഷേ നീ ദരിദ്രനായ ആ നിമിഷം കൽപ്പന നിന്നെ വിട്ടുപോകും. പിന്നെ നിന്നെ ഞാൻ കാണുന്നത് തെരുവിൽ അലയുന്ന ഭ്രാന്തനായിട്ടായിരിക്കും. ഹലോ, നിങ്ങളെന്താ കരുതിയത്? ചന്ദ്രശേഖരനും മകനും ഒരിക്കലും തിരിച്ചു വരില്ലെന്നോ? കണക്ക് തീർക്കാൻ തന്നെയാണോ എന്റെ അച്ഛൻ വന്നിട്ടുള്ളത്? അതെ, ജയിലഴികൾക്കകത്ത് കിടന്ന ദിവസം മുഴുവൻ കണിമംഗലത്തുകാരോടുള്ള വൈരാഗ്യം എഴുതി മനസ്സിൽ ഉറപ്പിക്കായിരുന്നു ഞാൻ. എന്റെ മോചനം ഓരോ ദിവസം വൈകിയപ്പോഴും അതിന് കാരണക്കാരായ നിങ്ങൾക്ക് ഞാൻ വിധിക്കുന്ന ശിക്ഷയുടെ കാഠിന്യം കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു. ഒടുവിൽ മോചനം നേടി പുറത്തിറങ്ങുമ്പോൾ ചന്ദ്രശേഖരന് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു.
കണിമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസും കണിമംഗലവും. നിന്റെ മുമ്പിൽ വേഷം കെട്ടി ആടാൻ വന്ന ബെഞ്ചമിൻ ഞാൻ നിയോഗിച്ചവൻ. അവനെ വെച്ചാ നിന്റെയൊക്കെ നെഞ്ചിലേക്ക് ഞാൻ പാഞ്ഞു കയറിയത്. തീർന്നല്ലോ. കണിമംഗലം കമ്പനീസ് എന്ന ഭദ്രത ഇതോടെ തീർന്നില്ലേ? കാണാനുള്ള കാഴ്ചകളൊക്കെ കണ്ടു. ഞാൻ ഇറങ്ങിയ തെരുവിലേക്ക് നിങ്ങളുമായി. പക്ഷെ ഇനി ഒന്നുകൂടി ബാക്കിയുണ്ട്. കണിമംഗലത്തിൽ നിന്ന് എന്നെ ഇറക്കി വിടുന്നതിന് മുമ്പ് നിങ്ങൾ എനിക്ക് തന്ന തല്ല് അതുകൂടി തിരിച്ചു തന്നിട്ടേ തൽക്കാലം ഞങ്ങൾ പോകുന്നുള്ളൂ.